നമസ്കാരം. ആയുർവേദ ഗവേഷണ സാധ്യതകൾ ത്വരിതപ്പെടുത്തണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആയുർവേദ ഗവേഷണ സാധ്യതകൾ സർക്കാർ ത്വരിതപ്പെടുത്തണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. തൃപ്പൂണിത്തുറയിലെ അടിസ്ഥാന ഗവേഷണ കേന്ദ്രം, കണ്ണൂരിലെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം എന്നിവ പൂർണ്ണ പ്രവർത്തന സജ്ജമാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. ആയുർവേദ ഗവേഷണവും ചികിത്സയും കൂടുതൽ പുരോഗതി വരുത്തുവാൻ അഖിലേന്ത്യാ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിന് ലഭ്യമാക്കണമെന്നും ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സംയോജിത സംവിധാനത്തിൽ നിന്ന് ആയുഷ് വിഭാഗങ്ങളെ അടർത്തി മാറ്റി മുഖ്യധാരയിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും യോഗം വിലയിരുത്തി. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന കേന്ദ്ര ആയുഷ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ആ കത്തിന് പുറത്ത് ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അതിന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു 2 ആഴ്ചക്കുള്ളിൽ, അതിനകത്ത് എഴുതിയിരിക്കുന്ന 2 വീക്സ്, 1 വീക്കിനുള്ളിൽ അതിന് മറുപടി കൊടുക്കുകയും ഒപ്പം തന്നെ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കണം എന്നുള്ളതാണ്. അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KS വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ PK ഹരിദാസ്, സംസ്ഥാന ട്രഷറർ ഡോക്ടർ ഷബീൽ ഇബ്രാഹിം, സംസ്ഥാന വനിതാ കൺവീനർ ഡോക്ടർ റോഷ്ന സുരേഷ് എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ ഡോക്ടർ PV അരുൺ, ഡോക്ടർ ഇട്ടു J അഞ്ചേരിൽ, സംസ്ഥാന വനിതാ ചെയർപേഴ്സൺ ഡോക്ടർ ഷെറീസ് C എന്നിവർ സംസാരിച്ചു. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചി.